എന്നെ നേരിട്ട് കാണാനായിട്ട് ഒരുപാട് കുടുംബങ്ങൾ എന്നെ കാണാനായിട്ട് വരും. ആ കുടുംബങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച പ്രശ്നങ്ങള്, ചതികള്, അവർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്, പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ പെട്ടിട്ട് അവരുടെ ജീവിതം തന്നെ നശിച്ചു പോകുന്ന അവസ്ഥയിലെത്തിയിട്ടാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അവരെന്നോട് കരഞ്ഞുകൊണ്ട് പറയുന്ന കാര്യങ്ങളുണ്ട്. ഞാൻ ആരെയും ഇന്നേ വരെ ഉപദ്രവിച്ചിട്ടില്ല, ഞാൻ എല്ലാവരും സഹായിച്ചിട്ടുള്ളൂ, എന്നിട്ടും എന്താണ് ദൈവം എന്നോട് ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അവരിങ്ങനെ കരയാറുണ്ട്. ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം, കുരുക്ഷേത്ര യുദ്ധം നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. അർജുനൻ അമ്പെയ്യാനായിട്ട് പറ്റാണ്ട് മനസ്സ് തളർന്നുകൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. ആ സമയത്താണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതോപദേശം നൽകുന്നത്. ഞാൻ അതിനെക്കുറിച്ച് പറയാനല്ല, നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്ത് അർജുനന് അമ്പെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? മുന്നിൽ നിൽക്കുന്നത് കുടുംബക്കാരാണ്, വളരെ വേണ്ടപ്പെട്ടവരാണ്, ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അവർക്ക് നേരെ എങ്ങനെ ഞാൻ അമ്പെയ്യും എന്ന മാനസിക സംഘർഷം കൊണ്ടാണ് അദ്ദേഹം തളർന്നിരുന്നത്. ഇത്രയും ശക്തനായ, ഏറ്റവും ശക്തനായ ഒരു വ്യക്തി പോലും ആ ഒരു സാഹചര്യത്തിൽ തളർന്നുപോയി. നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ആ വ്യക്തി തളർന്നിരുന്നപ്പോ അവന്റെ ഓപ്പോസിറ്റ് നിന്നിരുന്ന ഓരോ വ്യക്തിയും ഇതുപോലെ എങ്ങനെ അർജുനനെതിരെ അമ്പെയ്യും എന്നാലോചിച്ച് തളർന്നു പോകുമായിരുന്നുവെങ്കിൽ ഒരു തരത്തിലും യുദ്ധം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകുകയില്ല. ശ്രീകൃഷ്ണ ഭഗവാന് ഗീതോപദേശം നൽകേണ്ട ആവശ്യവുമില്ല. അതിന്റെ അർത്ഥം ഭഗവാന് തന്നെ അറിയാം, നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും പലതരത്തിലുള്ള വേട്ടയാടലുകളും ഉണ്ടാകുന്നത് ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്നാവും, ഏറ്റവും അടുത്ത കുടുംബക്കാരിൽ നിന്നാവും, സ്വന്തക്കാരിൽ നിന്നാവും, സഹോദരങ്ങളിൽ നിന്നാവും. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ നിന്നാണ് ഏറ്റവും വലിയ ചതി വരാന്ന് അന്നേ അറിയുന്നത് കൊണ്ടാണ് പറഞ്ഞത്, തളരരുത്. നിനക്കെതിരെ ആരെന്തൊക്കെ ചെയ്താലും അവരെ തകർത്തെറിയുന്ന രീതിയിൽ നീ ഉയർത്തെഴുന്നേൽക്കണം. തച്ചുടച്ചുകൊണ്ട് ശത്രുവിന് ഇല്ലായ്മ ചെയ്ത് നീ വിജയം നേടിയെടുക്കണം എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അതോടൊപ്പം ഭഗവാൻ പറഞ്ഞു, നീ അവരെ ഓരോരുത്തരെയും കൊല്ലുന്നതും ഓരോന്നും നീ ചെയ്യുന്നതും ധർമ്മത്തിന് വേണ്ടിയാണ്, നീ ചെയ്യുന്നതാണ് ധർമ്മം എന്ന് പറഞ്ഞതിന്റെ ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു, അർജുന, നീ നിന്റെ ജീവിത വിജയം നേടിയെടുക്കുന്നത് ഏതു മാർഗത്തിലൂടെ എന്ന് ആരും നോക്കില്ല. നിന്റെ ലക്ഷ്യം എന്താണോ അതാണ് ധർമ്മം. ആ ലക്ഷ്യം നേടിയെടുക്കാൻ നിനക്ക് ഏതു മാർഗവും സ്വീകരിക്കുമെന്നാണ്. അങ്ങനെ പറഞ്ഞ ഭഗവാൻ നമ്മളോട് പറയുമ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തളർന്നിരിക്കാൻ പാടില്ല, ഇറങ്ങിത്തിരിക്കണം. എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജീവിത വിജയം നേടണം. അതിന് നിങ്ങൾക്ക് സാധിക്കും. അതിന് നമ്മുടെ വിഷ്ണുമായ സ്വാമിയും ദൈവങ്ങളും നിങ്ങൾക്ക് ശക്തി നൽകും. ആ ശക്തിയുമായിട്ട് ഇറങ്ങിത്തിരിക്കുക, നേടിയെടുക്കുക. ജീവിത വിജയം നിങ്ങളുടെ ഒപ്പമാണ്. എല്ലാവരും വിജയിക്കട്ടെ.